എൻ സി സിയുടെ എൻറോൾമെൻറ്റിന് ആവശ്യമായ രണ്ടാമത്തെ ഫോമാണ് ഈ CWC ഫോം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, കേഡറ്റ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ സംവിധാനത്തിലേക്ക് വേണ്ട ഒരു ഫോമാണിത്. ഇത് വളരെ ഭംഗിയായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ആദ്യത്തെ ഭാഗത്ത് ഇതിൽ 2 പേജുണ്ട്, 2 പേജുള്ള ഒരു ഫോമാണിത്. ഇത് ഒരു പേജിൻ്റെ 2 സൈഡിലായിട്ട് എടുക്കണം, ഡബിൾ സൈഡായിട്ട് പ്രിൻ്റ് എടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ട്. ഇവിടെ കേഡറ്റ് അവിടെയുള്ള ആ ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ പേരെഴുതുക. അഭിനവ് രാജു എന്നാണെങ്കിൽ ആ പേര് ക്യാപിറ്റൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ചെറുതാക്കി എഴുതിയാൽ മതി, ആ സ്പേസിൽ കൊള്ളത്തക്കോണം വൃത്തിക്ക് എഴുതുക. ആ സ്പേസിൽ തന്നെ കൊള്ളിച്ചെഴുതുക, പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു കാര്യം അടുത്തത്, മകനാണെങ്കിൽ സണ്ണെന്ന് കൊടുക്കുക, മകളാണെങ്കിൽ ഡോട്ടർ എന്ന് കൊടുക്കുക. ആ രീതിയിൽ വൃത്തിക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത ഭാഗത്ത് നോക്കൂ, സ്ത്രീ. അവിടെ അടുത്ത ഭാഗത്ത് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പാരൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അവിടെ ഫോർ എക്സാമ്പിൾ രാജു CR. ആ ഭാഗത്ത് കൊള്ളത്തക്കോണം വൃത്തിക്ക് എഴുതുക. അതിനുശേഷം എഴുതേണ്ട ഭാഗമാണ് കുട്ടിയുടെ ക്ലാസ്. 8A ആണെങ്കിൽ A, അല്ലെങ്കിൽ B ആണ് B, ആ രീതിയിൽ എഴുതുക. ഓക്കെ, അതിനുശേഷം എഴുതേണ്ടതാണ് നെയിം ഓഫ് സ്കൂൾ എഴുതണം. സ്കൂളിൻ്റെ പേര് ഞാൻ വൃത്തിക്ക് നമ്മൾ ഗ്രൂപ്പിലേക്ക് അയച്ചിടാം, അത് വൃത്തിക്ക് എഴുതുക. തൽക്കാലം SMC HSS ബത്തേരി എന്ന് കൊടുത്താൽ മതി. ബത്തേരി അവിടെ തന്നെ കൊള്ളിക്കത്ത രീതിയിൽ പരമാവധി അവിടെ ചേർത്ത് എഴുതുക, അതിനെ ആ വരിയുടെ മുകളിലായിട്ട് എഴുതിയാലും മതി. ഓക്കെ, ആ രീതിയിൽ വൃത്തിക്ക് എഴുതുക. SMC HS ബത്തേരി എന്നുള്ളത് അത് ഞാൻ പ്രത്യേകമായിട്ട് എഴുതിത്തരാം. ആ രീതിയിൽ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം, അത് നോക്കി എഴുതിയാൽ മതി. ഇനി അടുത്ത ഭാഗത്ത് എഴുതേണ്ടതാണ് NCCയുടെ ഡേറ്റ്, എൻറോൾമെൻറ്റ് ഡേറ്റ്. നമ്മുടെ എൻറോൾമെൻറ്റ് നടന്നത് എന്നാണ്. ഓരോ സ്കൂളിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്നാണ് NCC ഡേറ്റ് നടന്നത്? അപ്പോൾ ഇവിടെ എൻറോൾമെൻറ്റ് നടന്ന ദിവസമാണ് 12/6/2025. അപ്പോൾ ആ രീതിയിൽ എഴുതുക, 12/6/2025, അത് വൃത്തിക്ക് എഴുതുക. അടുത്തതാണ് യൂണിറ്റ് എന്നുള്ളതുണ്ട്. ഓക്കെ, അവിടെ യൂണിറ്റ് എന്ന് എഴുതേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അവിടെ എഴുതേണ്ടത് വൃത്തിക്ക് എഴുതണം. 5K ബറ്റാലിയൻ എന്നുള്ളതിൻ്റെ ബറ്റാലിയൻ BN NCC വയനാട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് വൃത്തിക്ക് എഴുതണം, വയനാട്. ഇങ്ങനെയാണ് അവിടെ നേരെ വൃത്തിക്ക് അതിൽ കൊള്ളിച്ചുകൊണ്ട് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്ത ഭാഗത്തിൽ എഴുതേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് എഴുതാനാണ് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഒക്യുപ്പേഷൻ എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. ഓക്കെ, ഇവിടെ എഴുതേണ്ടതാണ്. അടുത്താണ് ആനുവൽ ഇൻകം, എത്രയാണോ വാർഷിക വരുമാനം, അത് ഏകദേശം ഒന്ന് ഊഹിച്ചെഴുതിയാൽ മതി. അതിനോട് പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കേണ്ടതില്ല. ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ സമീപകാലത്ത് എടുത്ത വരുമാനം വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇവിടെ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഇവിടെ നോമിനി കൊടുക്കേണ്ടതാണ്. അഥവാ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഭാവിയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സാമ്പത്തിക സഹായം വരുന്ന സമയത്ത്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആർക്കാണ് ഈ പൈസ വരേണ്ടത്, അത് ആ രീതി കൊടുക്കാം. സാധാരണഗതിയിൽ നമുക്ക് സീരിയൽ നമ്പർ 1 ഒരാളുടെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാളുടെ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പേര് കൊടുത്താൽ മതി. ഓക്കെ, ഒരാളുടെ പേര്, ഇപ്പോൾ ഫാദറിൻ്റെ പേര് കൊടുക്കുന്നു, രാജു എന്നുള്ളത് കൊടുക്കുന്നു. രാജു വൃത്തി കൊടുക്കുക. അച്ഛൻ്റെ വയസ്സ് എത്രയാണോ അത് കൊടുക്കുക, എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. റിലേഷൻഷിപ്പ് വിത്ത് കേഡറ്റുമായിട്ട് റിലേഷൻഷിപ്പാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാദറാണ്, ആ രീതിയിൽ കൊടുക്കുക, ഫാദർ. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ്, ഹൗസ് നെയിം, സ്ഥലം, അത്രയും കൊടുത്താൽ മതി. പിന്നെ നോക്കൂ, പേഴ്സൻറ്റേജ്. നിങ്ങൾ ഒരാളുടെ പേര് മാത്രമാണ് ഇവിടെ നോമിനായിട്ട് കൊടുക്കുന്നതെങ്കിൽ അവിടെ 100% എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. അച്ഛൻ്റെ അമ്മയുടെയും പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ, റാണി എന്നാണെങ്കിൽ അവരുടെ ഏജ് കൊടുക്കുന്നു, മദർന്ന് കൊടുക്കുന്നു, അഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ 100% എന്നല്ല, പിന്നെന്താണ് 2 സ്ഥലത്തും 50% എന്ന് കൊടുക്കുക, പകുതി. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. തൽക്കാലം എഴുതാനൊക്കെ എളുപ്പത്തിനായിട്ട് നിങ്ങൾക്ക് അച്ഛൻ്റെ മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അമ്മയുടെ ഒരാളുടെ നോമിനിയായിട്ട് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഒരാളുടെ മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് എഴുതേണ്ടത് 100% എന്നാണ്. രണ്ടാളുടെ ആണെങ്കിൽ
50% വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ രീതിയിലാണ് അത് ആ ഭാഗം ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി തൊട്ടടുത്ത ഭാഗം ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ശ്രദ്ധിക്കുക. ഇവിടെ ഡേറ്റ് ഇടുക, പ്ലേസ് ഇടുക. ഓക്കെ, പിന്നെ ഫുൾ സിഗ്നേച്ചർ ഓഫ് ദ കേഡറ്റിൻ്റെ ഫുൾ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആ ഭാഗത്ത് ചെയ്യേണ്ടത്. പിന്നീട് ചെയ്യേണ്ടതാണ് സെക്ഷൻ 2. സെക്ഷൻ 2 ഒന്നും ചെയ്യേണ്ടതില്ല. അത് ഹെഡ് ഓഫ് HM ചെയ്യേണ്ട ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതാണ്. ഈ സെക്ഷൻ 2 നിങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ചെയ്യേണ്ടതാണ് സെക്ഷൻ 3. അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 3 ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഇവിടെ കുട്ടിയുടെ പേരെഴുതുക. മോനാണെങ്കിൽ സണ്ണ് കൊടുക്കുക, അല്ലെങ്കിൽ മകളാണെങ്കിൽ ഡോട്ടർ എന്ന് കൊടുക്കുക. ആ രീതിയിൽ കൊടുത്താൽ മതി. ഓക്കെ, ഈ കുട്ടിയുടെ പേര് വൃത്തിയായിട്ട് ഇവിടെ എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിൽ ഫുൾ നെയിം എഴുതാൻ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ക്യാപിറ്റലിൽ ഫുൾ നെയിം എഴുതാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ ശേഷം ഡേറ്റും പ്ലേസും കൊടുക്കുക. അതിനുശേഷം നോക്കിയേ, ഇവിടെ ഫുൾ സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, വൃത്തിക്ക് തന്നെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. ഇത്രയുമാണ് അവിടെ ചെയ്യാനുള്ളൂ. തുടർന്നുള്ള ഭാഗത്ത് നോക്കുക, ഇവിടെ വിറ്റ്നസ് എന്ന് കാണാം. 2 വിറ്റ്നസ്. അതിലൊന്ന് ANO ആണ്, മറ്റൊന്ന് ഹെഡ് മിസ്സസ് ആണ്. 2 ഭാഗം HM ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഭാഗത്തൊന്നും തന്നെ ചെയ്യേണ്ടില്ല. തുടർന്നുള്ള ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഭംഗിയായിട്ടിത് ഫില്ല് ചെയ്ത് സ്കൂളിൽ